إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أعوذ بالله من السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر محدثاتها وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യമായ ജീവിതത്തിൽ നാം കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ നമ്മൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ അശ്രദ്ധയിലാകുന്നതും എന്നാൽ മനുഷ്യ മനസ്സുകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതുമായ ഒരു കാര്യമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള, അവനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ ഒന്നടങ്കം വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഉസ്കുറുല്ലാഹ ദിക്റൻ കസീറ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ധാരാളം ഓർമ്മിക്കണം എന്ന്, അല്ലാഹുവിനെ ധാരാളം ഓർക്കണം. സൂറത്തു ജുമുഅയുടെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി കൊണ്ട് ഓർക്കുക, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കുക എന്നത് മഹത്തായ ഒരു കാര്യമായിട്ടാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹുവിനെ ഓർക്കുക എന്നത് അക്ബർ, അത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇത്രയൊക്കെ മഹത്വം ദിക്റുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നാം അശ്രദ്ധയിലാണ് എന്നതാണ് വാസ്തവം. സൂറത്തു അഅറാഫിൽ അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാൻ സാധിക്കും, വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വ ഖുഫ്യ ദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഖുദൂഫി വൽ ആസ്വാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നബിയെ, താങ്കളുടെ രക്ഷിതാവിനെ വിനയത്തോടുകൂടിയും ഭയപ്പാടോടുകൂടിയും വാക്ക് ഉച്ചത്തിലാക്കാതെയും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ സ്മരിക്കണമെന്ന് നബിയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ആ ആയത്ത് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, വലാ തകും മിനൽ ഗാഫിലീൻ. താങ്കൾ ഒരിക്കലും അശ്രദ്ധയിലായവരുടെ കൂട്ടത്തിൽ, ഗാഫിലീങ്ങളുടെ കൂട്ടത്തിൽ ആവരുതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താക്കീത് നൽകുകയാണ്. സഹോദരങ്ങളെ, ഗാഫിലീങ്ങൾ, അശ്രദ്ധയിലായവരാരാണ്? മഹാനായ ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം ഗാഫിലീങ്ങളെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും.
ഇബാദാത്തു അഹ്ലുൽ ഗഫ്ലതി ആദാത്തു. അവരുടെ ആരാധന അവരുടെ ചര്യയായിരിക്കും. അവരുടെ ആരാധന അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. അവർ അള്ളാഹുവിന്റെ അടുക്കൽ മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നത് അവരുടെ ഒരു ചര്യയായിക്കൊണ്ടാണ്. കാരണം അവരെല്ലാവരും ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ വരുന്നു, നമസ്കരിക്കുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്മരണയോ അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ഭയമോ ഒന്നും അവരുടെ മനസ്സിൽ ഉണ്ടാവുകയില്ല. നേരെ മറിച്ച് അഹ്ലുൽ യഖ്ള, അതായത് വിശ്വാസികൾ എങ്ങനെയായിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വഅദാതു അഹ്ലുൽ ഗഫ്ല വഅദാതു അഹ്ലുൽ യഖ്ളതി ഇബാദാതു. എന്നാൽ യഖ്ളത്തുള്ളവരുടെ, അതായത് ഉണർച്ചയിലായവരുടെ, വിശ്വാസികളുടെ ചര്യകൾ, ആദത്തുകൾ അത് ഇബാദത്തായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ പരിഗണിക്കുക എന്നുള്ളത്. അവർ പല്ലേക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് ഇതൊരു സുന്നത്താണ്, ഇതൊരു സുന്നത്തായ കർമ്മമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അവർ ബാത്റൂമിൽ പോകുമ്പോൾ, അവർ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ പഠിപ്പിച്ചത് അപ്രകാരം അവർ നിർവഹിക്കുകയും അത് ഇബാദത്തായിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ രേഖപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ കുറിച്ച് സ്മരണ, അള്ളാഹുവിനെ സ്മരിക്കുവാൻ നാം മറന്നു പോകരുത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിക്ക് ആവശ്യമായിട്ടുള്ള ദിക്റുകളും ദുആകളും വഹിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നാം പരിശോധിക്കുകയാണെങ്കിൽ അവിടുത്തെ ജീവിതം ദിക്റുകളാൽ നിറഞ്ഞതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർക്കുമെന്ന് പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിൽ അള്ളാഹുവിനെ ഓർക്കാനുള്ള കാരണം എന്ന് നാം പരിശോധിക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ടുള്ള ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മസലുൽ ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹിയുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാം ആലോചിക്കണം. മസലുൽ ലദീ യദ്കുറു റബ്ബഹു, ആരെ അല്ലാഹുവിനെ ഓർക്കുന്നുവോ, വല്ലദീ ലാ യദ്കുറു, അല്ലാഹുവിനെ ഓർക്കാത്തവന്റെയും ഉപമ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവിച്ചവനെയും മരിച്ചവനെയും പോലെയാണ്. ജീവിക്കുന്നവരും മരിച്ചവരും തമ്മിൽ എത്രത്തോളം വ്യത്യാസമുണ്ടോ അത്രത്തോളം വ്യത്യാസം അള്ളാഹുവിനെ ഓർക്കുന്ന ഖൽബിൽ, അള്ളാഹുവിനെ ഓർക്കാത്തവന്റെയും ഖൽബിൽ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മഹാനായ പണ്ഡിതൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, ഇസ്ലാമിക ചരിത്രത്തിലെ വൈജ്ഞാനിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹം ഈ ഹദീസ് നമ്മൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, അദ്ദിക്റുൽ ഖൽബ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, ലിൽ ഖൽബ്, മനുഷ്യ മനസ്സുകൾക്ക് എപ്രകാരം എന്നാൽ മിസ്ലുൽ മാഇ ലിസ്സമക്, ഒരു മത്സ്യത്തിന് വെള്ളം എത്രത്തോളം ആവശ്യമാണോ, ഒരു മത്സ്യം നിലനിൽക്കാൻ എത്രത്തോളം വെള്ളം ആവശ്യമാണോ അത്രത്തോളം ആവശ്യമാണ് മനുഷ്യ മനസ്സുകൾക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എന്നുള്ളത്. തുടർന്ന് അദ്ദേഹം ചോദിക്കുകയാണ്, ഫകൈഫ യകൂനു ഹാലു സമക് ഇദാ ഫാറഖൽ മാ, ആ വെള്ളം എങ്ങാനും മത്സ്യത്തെ തൊട്ട് വേർപെടുത്തിയാൽ ആ മത്സ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ സ്മരണ, അള്ളാഹുവിനെ കുറിച്ചൊരു ബോധം നാം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം എന്നതുകൊണ്ടാണ്. ഇത് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ നാം കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തെ നേട്ടമായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നാം ഓർത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർക്കുമെന്നുള്ളതാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫദ്കുറൂനി അദ്കുറുക്കും, നിങ്ങൾ എന്നെ ഓർത്താൽ, നിങ്ങൾ എന്നെ സ്മരിക്കുകയാണെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്ന സമയത്ത്, നാം കഷ്ടപ്പെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ മുറുകെ പിടിക്കണം. അതുപോലെ തന്നെ ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അനാ ഇൻദ ദന്നി അബ്ദി ബി, ഞാൻ എൻ്റെ അടിമ എന്നെ എങ്ങനെയാണോ കണക്കാക്കുന്നത്, എന്നെ എങ്ങനെയാണോ വിചാരിക്കുന്നത്, അതുപോലെയാണ് ഞാൻ. വഅന മഅഹു ഇദാ ദകറനി, അവൻ എന്നെ സ്മരിക്കുന്നിടത്തോളം ഞാൻ അവന്റെ കൂടെ ഉണ്ടായിരിക്കും. ഫഇൻ ദകറനി ഫീ നഫ്സി ദകർതുഹു ഫീ നഫ്സി, അവൻ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ അവനെ ഓർക്കും, അവന്റെ മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ നാം അവനെയും ഓർക്കുന്നതാണ്. വഇൻ ദകറനി ഫീ മലഇൻ ദകർതുഹു ഫീ മലഇൻ ഖൈറു മിൻ, അതായത്
ഒരു സംഘത്തോടാണ് അവൻ എന്നെ ഓർത്തതെങ്കിൽ അവനേക്കാളും ഉത്തമമായ സംഘത്തിൽ ഞാൻ അവനെ ഓർക്കുന്നതാണ്. അതായത് മലക്കുകളുടെ സാന്നിധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണുവാൻ സാധിക്കും. സഹോദരൻ, രണ്ടാമത്തെ നേട്ടം എന്നാൽ അതിന്റെ പ്രതിഫലത്തെ കുറിച്ചാണ്. ദിക്റുള്ളയുടെ പ്രതിഫലം, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലുള്ള പ്രതിഫലം അത് വളരെ വലുതാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, മാ മിൻ ഖൗമി ഇജ്തമഉ, ഒരു ജനത അവർ ഒരുമിച്ച് കൂടുകയാണ്, യദ്കുറുല്ലാഹ അസ്സ വജൽ, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആ സംഘത്തിൽ വെച്ച് ഓർക്കുകയാണ്, ലാ യുരീദൂന ബിദാലിക ഇല്ലാ വജ്ഹ, അല്ലാഹുവിന്റെ വജ്ഹല്ലാതെ അവർ ഉദ്ദേശിക്കുകയുമില്ല. അങ്ങനെയാണെങ്കിൽ ഇല്ലാ നാദാഹും മുനാദി മിനസ് സമാ, ആകാശത്തു നിന്നുള്ള ഒരു വിളിയാണ്, ഒരു മലക്ക് വിളിച്ചു പറയാതിരിക്കുകയില്ല, അൻ ഖൂമു മഗ്ഫൂറൻ ലക്കും ഖദ് ബദ്ദലത് സയ്യിആതുകും ഹസനാത്, മലക്ക് ഇപ്രകാരം വിളിച്ചു പറയും, അൻ ഖൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ പാപം പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ എഴുന്നേറ്റ് പോയി പോവുക, ഖദ് ബദ്ദലത് സയ്യിആതുകും ഹസനാത്, നിങ്ങളുടെ പാപങ്ങൾ അത് നന്മയാക്കി മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു മലക്ക് വിളിച്ചു പറയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിയുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്തുൽ അഹ്സാബിന്റെ അവസാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ അഹ്സാബിന്റെ 35-ാം വചനത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്, ധാരാളമായി എന്നെ ഓർക്കുന്ന സ്ത്രീകളിലും അതേപോലെ തന്നെ പുരുഷന്മാരിൽപ്പെട്ട ആളുകൾ അവർക്ക് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അദീമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്ത്, പാപമോചനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വഅജ്റൻ അദീമ, അവർക്ക് മഹത്തായ പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മൂന്നാമത്തെ നേട്ടം എന്നാൽ നമ്മുടെ ശത്രുവായ പിശാചിൽ നിന്നുള്ളൊരു രക്ഷയാണ്, കാവലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയിയുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. ഒരാൾ തന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്, അവൻ അല്ലാഹുവിനെ ഓർക്കുന്നില്ല, അതേപോലെ തന്നെ അവന്റെ ഭക്ഷണത്തിന്റെ അടുക്കൽ വെച്ചും അവൻ അല്ലാഹുവിനെ ഓർക്കുന്നില്ല എങ്കിൽ ശൈത്താൻ അവന്റെ കൂട്ടാളികളോട് വിളിച്ചു പറയുമെന്നാണ്. അവൻ പറയും, അദ്റക്തുമുൽ മബീത വൽ അശാ, നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസവും ഭക്ഷണവും ഇവിടെ ലഭ്യമാണെന്ന് പിശാച് തന്റെ കൂട്ടാളികളോട് വിളിച്ചു പറയുമെന്നാണ്. എന്നാൽ മറ്റൊരാൾ അവന്റെ വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അല്ലാഹുവിനെ ഓർക്കുകയും അവന്റെ ഭക്ഷണത്തിന്റെ അടുക്കൽ വെച്ച് അല്ലാഹുവിനെ ഓർക്കുകയും ചെയ്താൽ പിശാച് അവന്റെ കൂട്ടാളികളോട് വിളിച്ചു പറയുമെന്നാണ്, ലാ മബീത ലക്കും വലാ അശാ, നിങ്ങൾക്ക് ഇന്നിവിടെ താമസമില്ല, നിങ്ങൾക്ക് ഇന്നിവിടെ ഭക്ഷണമില്ല എന്ന് പിശാച് തന്റെ കൂട്ടാളികളോട് വിളിച്ചു പറയുമെന്നാണ്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ദിക്റുള്ള പ്രാവർത്തികമാക്കിയാൽ ശൈത്താനിൽ നിന്നുള്ളൊരു കവചം നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്നത് ഭയാനകമായ, നാം എപ്പോഴും ശരണം തേടുന്ന നരകത്തിൽ നിന്ന് ദിക്റുള്ള നമ്മെ രക്ഷിക്കുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ സാധിക്കും, മാ അമില ആദമിയ്യുൻ അമലൻ ഖത്തു അൻജലഹു മിൻ അദാബില്ലാഹി ബിദ്ദിക്രില്ലാഹ്, ദിക്റുള്ള മൂലം നരകത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്നത് പോലെയുള്ള ഒരു പ്രവർത്തനം ആദമിന്റെ സന്തതി പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ദിക്റുള്ള നമ്മൾ പ്രാവർത്തികമാക്കണം. ഏതൊക്കെ മേഖലകളിലും അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. സഹോദരങ്ങൾ, നാം മനസ്സിലാക്കേണ്ടത്, നാം നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളിലും ദിക്റുള്ള നമുക്ക് കാണുവാൻ സാധിക്കും. നാം നമസ്കരിക്കുകയാണെങ്കിലും അതേപോലെ തന്നെ സകാത്ത് നൽകുകയാണെങ്കിലും നാം ഏതേത് നന്മകളിൽ മുഴുകുകയാണെങ്കിലും അവിടെയെല്ലാം അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സ്മരണ ഉണ്ടാകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിക്കുകയാണ്, അലാ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ബിഖൈരി അഅമാലികും, നിങ്ങൾ കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, ആ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം ഖൈറായിട്ടുള്ള പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയാണ്. വഅസ്കാഹ ഇൻദ മലീകികും, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, അതേപോലെ തന്നെ അർഫഉഹാ ഫീ ദറജാതികും, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ ദറജ, നിങ്ങളുടെ സ്ഥാനം, പദവി അത് ഉയർത്തുന്നതായിട്ടുള്ള ഒരു കർമ്മം, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, വഖൈറുൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരിഖ്, സ്വർണ്ണവും വെള്ളിയും അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നാം ചെലവഴിക്കുന്നതിനേക്കാളും പ്രതിഫലമുള്ള ഖൈറായിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഖൈറുൽ ലക്കും മിൻ അൻ തുൽഖു അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖഹും, അല്ലാഹുവിന്റെ ജിഹാദിൽ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലുള്ള ജിഹാദിൽ നാം
പങ്കെടുക്കുകയും അങ്ങനെ ശത്രുക്കളെ പിരടി വെട്ടുകയും അവരിങ്ങോട്ട് വെട്ടുകയും ചെയ്യുന്നതിനേക്കാളെല്ലാം ഹൈറായിട്ടുള്ള കാര്യം ആലീസ് വരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ച സന്ദർഭത്തിൽ സഹാബത്ത് ഒന്നടങ്കം പറയുകയാണ്, ബല അതേ റസൂലേ നമുക്ക് അറിയിച്ചതാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഖാല ദിക്റുല്ലാഹി തആല, ഉന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർക്കലാണ് ഏറ്റവും ഈ പ്രവർത്തനങ്ങളെക്കാളെല്ലാം ഹൈറായിട്ടുള്ള കാര്യമുണ്ട്. മാത്രമല്ല റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടം മഹബ്ബത്ത് നമുക്ക് കരസ്ഥമാക്കുവാൻ ദിക്റുള്ള കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും, ഫമൻ അറാദ അൻ യനാല മഹബ്ബത്തല്ലാഹി അസ്സ വജൽ ഫൽയൽഹജ് ബിദിക്രിഹി. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം മഹബ്ബത്ത് കരസ്ഥമാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയൽഹജ് ബിദിക്രിഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ അവൻ ശീലമാക്കട്ടെ, അവന്റെ ജീവിതത്തിൽ ശീലമാക്കട്ടെ എന്ന് അല്ലാഹു ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അൻ തമൂത വലിസാനുക റത്ബുൻ മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാൽ നിന്റെ നാവ് നനഞ്ഞിരിക്കെ നീ മരണപ്പെടലാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അറിയിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമുക്ക് ധാരാളം ദിക്റുകളും ദുആകളും പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നാം പഠിക്കുകയും അതെല്ലാം നാം പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ മരണം കൈവരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. ഫയാ അയ്യുഹൻ നാസ് ഉസീകും ഇയ്യായ സാനിയൻ ബിതഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യമായ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒന്നാമത്തെ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത് ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ, അതിൻ്റെ മഹത്വവും അതേപോലെ തന്നെ അതുമൂലം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ധാരാളം നേട്ടങ്ങളെയും കുറിച്ചാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ കുറിച്ചുള്ള സ്മരണയിൽ അതിൽ ഏറ്റവും വലുത്, ദിക്റുള്ളയിൽ ഏറ്റവും ഉന്നതമായത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ കലാമായ ഖുർആനാണ്. ഖുർആൻ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, അത് ഓതണം എന്നുള്ളതാണ്. അതിറങ്ങിയ മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. ഷഹറുൽ ഖുർആൻ എന്ന് പരിശുദ്ധ റമദാൻ മാസത്തെ പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഖുർആനുമായൊരു നല്ലൊരു ബന്ധം റമദാൻ മാസത്തിൽ നമുക്ക് ഉണ്ടായാൽ പോരാ, ബാക്കിയുള്ള മാസത്തിലെല്ലാം ഖുർആനുമായി നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കണമെന്നുള്ളതാണ്. കേവലം അതിൻ്റെ പാരായണത്തിൽ ഒതുക്കാതെ അതിൻ്റെ അർത്ഥ ആശയ തലങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുകയും അത് പഠിക്കുവാൻ നാം സമയം കണ്ടെത്തുകയും ചെയ്യണം എന്നുള്ളതാണ്. നല്ലൊരു പ്ലാൻ ഈ വിഷയത്തിൽ നമുക്കുണ്ടാകും. ചുരുങ്ങിയത് ഒരു ഖത്തമെങ്കിലും ഖുർആൻ ഓതി തീർക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നാം പലപ്പോഴും റമദാനിൽ മറ്റ് ജോലി തിരക്കിനിടയിലും യാത്രയുടെ ഇടയിലുമെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന പീസ് റേഡിയോ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു ആപ്പുകൾ, അമാനി മൗലവിയുടെ തഫ്സീർ പോലെയുള്ള ആപ്പുകളെല്ലാം നമുക്കിന്ന് ലഭ്യമാണ്. നമ്മുടെ ഫോണുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ലഭ്യമാണ്. എന്നാൽ നാം അത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള വാസ്തവം. അതുകൊണ്ട് തന്നെ നാം അത് ഉപയോഗിച്ചുകൊണ്ട് റമദാൻ മാസത്തിൽ നാം ഖുർആനുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കുവാൻ നാം ശ്രമിക്കണം എന്നുള്ളതാണ്. റമദാനിലെ ഓരോ സമയവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഇബാദത്തുകളിൽ മുഴുകുവാൻ നാം സമയം കണ്ടെത്തും. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വിഷയം, ദാനധർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയുള്ള ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാനധർമ്മം എന്നത്. അതുകൊണ്ട് ആ മേഖലയെല്ലാം നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ പൂർണ്ണമായും റമദാൻ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും ഫളലും കൊണ്ട് നമുക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കിമാറാകട്ടെ. അതേപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേർ ദുആ ചെയ്യുവാൻ വസിയത്ത് ചെയ്ത ധാരാളം ആളുകൾ, അവർക്കെല്ലാവർക്കും അവരുടെ ശിഫ, അവരുടെ രോഗത്തിലുള്ള ശിഫാവുൽ ആജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടം അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് വീട്ടിൽ കൊടുക്കുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മളിൽ നിന്നും വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി ഓർക്കുകയും അതേപോലെ തന്നെ റമദാനിൽ നമുക്ക് നല്ല രീതിയിൽ ഇബാദത്തുകളിൽ മുന്നേറുവാൻ സാധിക്കുന്ന ആരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, മറ്റു ബന്ധുമിത്രാദികൾ, നമ്മുടെ ഉസ്താദ്മാർ, അവർക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أذل الكفر والفسق والظلم يا رب العالمين. اللهم بلغنا رمضان، اللهم بلغنا رمضان، اللهم بلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. أقم الصلاة.